നമ്മൾ രാവിലെ ഓപ്പാമ്പിൻ്റെ ക്ലാസ് കേട്ടു. അതിനകത്തുനിന്ന് വന്ന കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയേ. ദ റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ എ ഡി ടു കോമൺ വോൾട്ടേജ് ഗെയിൻ എ സി എം ഇൻ ഓപ്പാമ്പ്. അതെന്ത് വരും? ആൻസറിലെ ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സ്ലൂ റേറ്റ് ഉണ്ട്, വോൾട്ടേജ് ഗെയിൻ ഉണ്ട്, CMRR ഉണ്ട്, SVRR ഉണ്ട്. സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും? കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ അല്ലെങ്കിൽ CMRR ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. റേഷ്യോ ഓഫ് ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ എ ഡി ടു കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ACM എന്ന് പറയുന്നത് CMRR, കോമൺ മോഡ് റിജക്ഷൻ റേഷ്യോ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ ഓപ്പാമ്പ് സ്ലൂ റേറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഇൻ. സ്ലൂ റേറ്റിൻ്റെ യൂണിറ്റ് ആണ് ചോദിച്ചേക്കുന്നത്. ഓപ്ഷൻസ് തന്നേക്കുന്നത് സെക്കൻഡ്സ്, വോൾട്ട്, മൈക്രോ സെക്കൻഡ്സ്, വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്. നമുക്കറിയാം സ്ലൂ റേറ്റ് എന്താണ്? റേറ്റ് ഓഫ് മാക്സിമം വോൾട്ടേജ് ചേഞ്ച് ആണ്. അതിനെയാണ് സ്ലൂ റേറ്റ് എന്ന് പറയുന്നത്. സോ എന്ത് വരും? വോൾട്ടേജ് ചേഞ്ച് എന്ന് പറയുമ്പോൾ വോൾട്ടും വരും യൂണിറ്റ്. അതുപോലെ റേറ്റ് എന്ന് പറയുമ്പം പെർ ടൈമാണ്, മൈക്രോ സെക്കൻഡ്സും വരും. സോ ഓപ്ഷൻ എന്താണ്? ആൻസർ എന്താണ്? വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്സ് ആണ് ആൻസർ. സ്ലൂ റേറ്റ് എക്സ്പ്രസ് ചെയ്യുന്ന യൂണിറ്റ് വോൾട്ട് പെർ മൈക്രോ സെക്കൻഡ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. ദ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ ഓഫ് ആൻ ഓപ്പാമ്പ് ഈസ് ഡാഷ്. കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എങ്ങനെയായിരിക്കും എന്നാണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ ഓപ്ഷൻസ് നോക്കിക്കേ. ഈക്വൽ ടു ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ, സ്മോളർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ, ഗ്രേറ്റർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ, നൺ ഓഫ് ദി എബവ് എന്നാണ് ഓപ്ഷൻസ് കൊടുത്തേക്കുന്നത്. നമുക്കറിയാം ഓപ്പാമ്പിൻ്റെ കേസിൽ കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് തീരെ കുറവായിരിക്കണം, ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് കൂടുതലായിരിക്കണം. സോ നമ്മുടെ ആൻസർ എങ്ങനെ വരും? കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എന്ന് പറയുന്നത് സ്മോളർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ആയിരിക്കണം. കോമൺ മോഡ് വോൾട്ടേജ് ഗെയിൻ എങ്ങനെ ആയിരിക്കണം? സ്മോളർ ദാൻ ഡിഫറൻഷ്യൽ വോൾട്ടേജ് ഗെയിൻ ആയിരിക്കണം. നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടുമായിട്ട് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനകത്ത് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടുമായിട്ട് 180 ഡിഗ്രി ഔട്ട് ഓഫ് ഫേസ് ആയിരിക്കും. നമുക്ക് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് നോക്കാം. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഓപ്പാമ്പ് വെച്ചുള്ള സർക്യൂട്ടാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനകത്ത് നമ്മൾ ഇൻപുട്ടായിട്ട് VI ആണ് അപ്ലൈ ചെയ്യുന്നത്. ഈ VI എങ്ങോട്ട് അപ്ലൈ ചെയ്യുന്നത്? ഓപ്പാമ്പിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലേക്കാണ് ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്. സോ ഇൻപുട്ടായിട്ട് VI എന്ന് പറയുന്ന ഒരു ചെറിയ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്? ഓപ്പാമ്പിൻ്റെ ഇൻവേർട്ടിംഗ് ടെർമിനലിലാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓപ്പാമ്പിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ എന്ത് ചെയ്യും? ഗ്രൗണ്ട് ചെയ്യും. ഓപ്പാമ്പിൻ്റെ നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ ഗ്രൗണ്ട് ചെയ്യും. ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലിലേക്ക് ഒരു ചെറിയ വോൾട്ടേജ് VI എന്ന് പറയുന്ന ഇൻപുട്ട് നമ്മൾ അപ്ലൈ ചെയ്യും. ഈ സർക്യൂട്ടിൽ പോയിന്റ് G എന്ന് പറയുന്നത് വിർച്വൽ ഗ്രൗണ്ട് ആണ്. G എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ എത്ര വരും? G എന്ന് പറയുന്ന പോയിന്റിലെ പൊട്ടൻഷ്യൽ 0ക്ക് ഈക്വൽ ആയിരിക്കും. അപ്പോൾ പോയിന്റ് G വിർച്വൽ ഗ്രൗണ്ട് ആണ്, അവിടുത്തെ പൊട്ടൻഷ്യൽ 0ക്ക് ഈക്വൽ ആയിരിക്കും. സോ R1ൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്ര വരും? R1ൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറയുന്നത് VI മൈനസ് 0/R1 ആയിരിക്കും. R1ൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് VI മൈനസ് 0/R1 ആയിരിക്കും. RFൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0 മൈനസ് VOut/RF ആയിരിക്കും. RFൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് 0 മൈനസ് VOut/RF ആയിരിക്കും. ഇനി ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എങ്ങനെയാണ്? ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് ഇൻഫിനിറ്റ് ആണ്. അതുകൊണ്ട് കറണ്ട് ഒന്നും ഓപ്പാമ്പിലേക്ക് എൻ്റർ ചെയ്യുന്നില്ല. നോ കറണ്ട് എൻറ്റേഴ്സ് ത്രൂ ദ ഓപ്പാമ്പ്. അപ്പോൾ നമുക്ക് എന്നാ പറയാൻ പറ്റും? R1ൽ കൂടെ വരുന്ന കറണ്ട് അങ്ങനെ തന്നെയാണ് RFൽ കൂടെ ഫ്ലോ ചെയ്യുന്നതെന്ന് പറയാം. സോ നമുക്കിതിൻ്റെ രണ്ടിൻ്റെയും എക്സ്പ്രഷൻ ഈക്വൽ ആണെന്ന് എഴുതാൻ പറ്റും. അതായത് VI മൈനസ് 0/R1 ഇസ് ഈക്വൽ ടു 0 മൈനസ് VOut/RF എന്ന് എഴുതാം. VI മൈനസ് 0/R1 ഇസ് ഈക്വൽ ടു 0 മൈനസ് VOut/RF എന്ന് എഴുതാം. ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്താൽ എന്നാ കിട്ടും? സിംപ്ലിഫൈ ചെയ്താൽ VI/R1 ഇസ് ഈക്വൽ ടു മൈനസ് VOut/RF എന്ന് കിട്ടും. VOut/VI എന്നാ കിട്ടും? VOut/VI ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് RF/R1 എന്ന് കിട്ടും. VOut/VI എന്ന് പറയുന്നത് മൈനസ് ഓഫ് RF/R1 എന്ന് കിട്ടും. ഈ VOut/VI എന്താ? VOut/VI എന്ന് പറയുന്നത് ഗെയിൻ ആണ്. ഗെയിൻ ഇസ് ഈക്വൽ ടു മൈനസ് RF/R1 എന്ന് നമുക്ക് കിട്ടും. നമുക്ക് Voutൻ്റെ എക്സ്പ്രഷൻ എഴുതി നോക്കിയാൽ എന്നാ കിട്ടും? ഔട്ട്പുട്ട് വോൾട്ടേജ് Vout ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് VI ഇൻറ്റു RF/R1 എന്ന് കിട്ടും.
സോ ഔട്ട്പുട്ട് വോൾട്ടേജ് വി ഔട്ട് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് വി ഐ ഇൻറ്റു ആർ എഫ് ബൈ ആർ വൺ എന്ന് കിട്ടും. അതുപോലെ വി ഔട്ട് ബൈ വി ഐ എന്ന് പറയുന്നത് മൈനസ് ആർ എഫ് ബൈ ആർ വൺ ആണ്. വി ഔട്ട് ബൈ വി ഐ എന്ന് പറയുന്നതിനെ നമുക്ക് ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് വിളിക്കാം. വി ഔട്ട് ബൈ വി ഐ എന്ന് പറയുന്നതിനെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ എന്ന് വിളിക്കാം. വി ഔട്ട് ബൈ വി ഐ ഇസ് ഈക്വൽ ടു മൈനസ് ആർ എഫ് ബൈ ആർ വൺ ആണ് ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എന്ന് പറയുന്നത്. ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ക്ലോസ്ഡ് ലൂപ്പ് ഗെയിൻ ആണ് വി ഔട്ട് ബൈ വി ഐ ഇസ് ഈക്വൽ ടു മൈനസ് ആർ എഫ് ബൈ ആർ വൺ എന്ന് പറയുന്നത്. നമുക്കിനി നോക്കാനുള്ളത് നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയർ ആണ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ സർക്യൂട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇൻപുട്ട് അപ്ലൈ ചെയ്തേക്കുന്നത് എവിടെയാണ്? ഇൻപുട്ട് അപ്ലൈ ചെയ്തേക്കുന്നത് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലിലാണ്. ഇൻപുട്ട് അപ്ലൈ ചെയ്യുന്നത്, ഇൻപുട്ട് വി ഐ അപ്ലൈ ചെയ്യുന്നത് നോൺ ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനലിലാണ്. ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ ആർ വൺ വഴി ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. ഇൻവേർട്ടിംഗ് ഇൻപുട്ട് ടെർമിനൽ ആർ വൺ വഴി ഗ്രൗണ്ട് ചെയ്തേക്കുവാണ്. ഇനി ഔട്ട്പുട്ടും ഇൻപുട്ടും കൂടെ നോക്കിക്കേ. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇൻപുട്ടുമായിട്ട് ഇൻഫേസ് ആയിരിക്കും. ഔട്ട്പുട്ടും ഇൻപുട്ടും ഇൻഫേസ് ആയിരിക്കും. ഇനി ഇവിടെ ജി എന്ന് പറയുന്ന പോയിന്റ് എന്താണ്? ജി എന്ന് പറയുന്ന പോയിന്റ് വെർച്വൽ ഗ്രൗണ്ട് ആണ്. വെർച്വൽ ഗ്രൗണ്ട് എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റിൽ, അതായത് അവിടുത്തെ പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? ഇപ്പുറത്തെ ഇൻപുട്ട് ടെർമിനലിൻ്റെ പൊട്ടൻഷ്യൽ ആയിരിക്കും. സോ ജിയിലെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് വി ഐക്ക് ഈക്വലൻ്റ് ആയിരിക്കും. ഇനി നമ്മൾ കറണ്ടിൻ്റെ എക്സ്പ്രഷൻ എഴുതിയാൽ ആർ വണ്ണിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്ര വരും? ആർ വണ്ണിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വി ഐ മൈനസ് സീറോ ബൈ ആർ വൺ ആണ്. ആർ വണ്ണിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് വി ഐ മൈനസ് സീറോ ബൈ ആർ വൺ ആണ്. അതുപോലെ ആർ എഫിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ത് വരും? വി ഔട്ട് മൈനസ് വി ഐ ബൈ ആർ എഫ് ആണ്. വി ഔട്ട് മൈനസ് വി ഐ ബൈ ആർ എഫ് ആണ് ആർ എഫിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്. നമ്മൾ പറഞ്ഞു ഓപ്പാമ്പിൻ്റെ ഇൻപുട്ട് ഇമ്പിഡൻസ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആണ്. അതുകൊണ്ട് അതിനകത്തൂടെ കറണ്ട് ഫ്ലോ ചെയ്യത്തില്ല. സോ ആർ വണ്ണിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റും ആർ എഫിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റും ഈക്വൽ ആയിരിക്കും. അപ്പോൾ എന്ത് കിട്ടും? വി ഐ മൈനസ് സീറോ ബൈ ആർ ഐ ഇസ് ഈക്വൽ ടു വി ഐ മൈനസ് സീറോ ബൈ ആർ ഐ ഇസ് ഈക്വൽ ടു വി ഔട്ട് മൈനസ് വി ഐ ബൈ ആർ എഫ് എന്ന് കിട്ടും. വി ഔട്ട് മൈനസ് വി ഐ ബൈ ആർ എഫ് എന്ന് കിട്ടും. നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്താൽ വി ഔട്ട് ബൈ വി ഐ ഈക്വൽ ടു എന്നാ കിട്ടും? വി ഔട്ട് ബൈ വി ഐ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആർ എഫ് ബൈ ആർ വൺ എന്ന് കിട്ടും. വി ഔട്ട് ബൈ വി ഐ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആർ എഫ് ബൈ ആർ വൺ എന്ന് കിട്ടും. അതായത് ഗെയിൻ ഇസ് ഈക്വൽ ടു 1 പ്ലസ് ആർ എഫ് ബൈ ആർ വൺ ആണ്. നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിനകത്ത് ഗെയിൻ എത്ര വരും? 1 പ്ലസ് ആർ എഫ് ബൈ ആർ വൺ ആണ്. ഇവിടെ ഇൻപുട്ടും ഔട്ട്പുട്ടും ഇൻഫേസ് ആയതുകൊണ്ട് തന്നെ എന്താണ്? ഗെയിൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയിരിക്കും. സോ ഓർത്തിരിക്കേണ്ട കാര്യം, ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എത്രയാ? ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിന് മൈനസ് ആർ എഫ് ബൈ ആർ വൺ ആണ്. അതേസമയം നോൺ ഇൻവേർട്ടിംഗ് ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എത്രയാ? 1 പ്ലസ് ആർ എഫ് ബൈ ആർ വൺ ആണ്. താങ്ക് യു.